ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് 2 ഐറ്റംസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇപ്പോൾ ഇത് ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും കഴിക്കുന്നതാണ്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അധികം ആരും വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ വീട്ടിലുണ്ടാക്കാറില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വീഡിയോയ്ക്ക് അത്ര പഴക്കമുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എന്തായാലും നമുക്ക് എന്താണ് ഈ പാതിരാത്രി ഞാൻ കുത്തിരുന്നുണ്ടാക്കുന്നതെന്ന് അല്ല നിന്നുണ്ടാക്കുന്നതെന്ന് കാണാട്ടോ. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എൻ്റെ ഈ ഡ്രസ്സൊക്കെ എത്രയോ പഴയതാണെന്നറിയോ. ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് കേട്ടോ വരുന്നത്. വളരെ ഇഷ്ടത്തോടെ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചതാണ്, നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ നല്ലോണം വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയമുണ്ടല്ലോ, ആ ടൈമിൽ എടുത്തു വെച്ചിരുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ എത്ര നാളായി ഞാൻ കറക്റ്റായിട്ട് ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അങ്ങനെ ഇരിക്കുന്നുണ്ടിട്ട് എനിക്കൊരു വിഷമം. ഇതിപ്പോൾ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാനും വയ്യ, എങ്കിൽ ഇത്രയും നന്നായിട്ടൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്യാനും വയ്യ, എന്നാൽ വീഡിയോ ഇടാനും വയ്യാത്തൊരവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ വിചാരിച്ചു എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ പിന്നെ ആ ഒരു പരിപാടി അങ്ങോട്ട് കഴിയുമല്ലോ, ആ കാണുമ്പോൾ ഒരു വിഷമം അങ്ങോട്ട് ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ നമ്മുടെ എന്തോ പറഞ്ഞുകൊണ്ട് വന്നത് അത് തന്നെ, നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ ചെറുതായിട്ടൊന്ന് വരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരുപാട് തരത്തിലുള്ള മാരിനേഷൻ നമുക്കിതിലേക്ക് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ കൊടുക്കുന്നത്. ആദ്യം നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ, നല്ല പഴുത്ത ചെറുനാരങ്ങ നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് നന്നാക്കി എടുത്തിട്ട് നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കണം. അതായത് കുറച്ച് നല്ല ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് കുരുമുളക്, പിന്നെ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല ജീരകവും പെരിഞ്ജീരകവും ഏകദേശം അടുത്ത അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ നല്ല ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂണിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ഭാഗം സവാള കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു മസാല നമ്മൾ നാരങ്ങ പുരട്ടി വെച്ചിരുന്ന ചിക്കനിലേക്ക് നമുക്കിത് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇത് കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചാലും കുഴപ്പമില്ല, അത്രയും നല്ലതാണ്. നല്ല രീതിയിൽ ഇതിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി കുറച്ച് പൊടിച്ച കുരുമുളകും കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിലേക്കെല്ലാം നല്ലോണം മസാല ആയിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മൈദ എടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വെക്കുമ്പോഴേക്കും നന്നായിട്ട് ഈസ്റ്റ് ആക്റ്റീവ് ആകും. അതിനുശേഷം നമുക്ക് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതായത് ചെറിയ ചൂടുള്ള പാല് അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം കേട്ടോ. അത് ചെറിയെന്ന് വെച്ചാൽ വളരെ ചെറിയ ചൂട് മതി. ചെറുതായിട്ട്, അതായത് തണുത്ത വെള്ളം ആകരുത്, ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളം വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് കുഴച്ചെടുക്കാം. ഇന്ന് ഈ സ്പെഷ്യൽ ഉണ്ടാക്കാനുള്ള കാരണം നമ്മുടെ മോനും മാമ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണമാണ് ഇന്ന് സ്പെഷ്യലായിട്ട് നൈറ്റ് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ സമയത്ത് നമുക്ക് തീയൊക്കെ ഒന്ന് കത്തിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കനൽ ആവശ്യമുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് കേട്ടോ. ഈ ടൈമിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ചതൊക്കെ ഇതിനകത്താണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കനൽ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കിനും ഞാൻ നോക്കിയപ്പോൾ കനലുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ കനൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു എങ്കിൽ പിന്നെ കനലുണ്ടാക്കി എടുക്കാം, കുറച്ച് ചിരട്ടയൊക്കെ കത്തിച്ചിട്ട് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കത്തിച്ചതിൻ്റെ ആ ചാരമൊക്കെ ഞാനൊന്ന് മാറ്റിക്കളയാണ്. ഇങ്ങനെയൊക്കെയുള്ള കൊനഷ്ട പരിപാടികൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകട്ടെ, എങ്ങനെയെങ്കിലും ഞാനത് റെഡിയാക്കി എടുത്തിരിക്കും. വേണമെങ്കിൽ അത് പാനിൽ വെച്ച് ചെയ്തെടുത്താൽ മതി. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്കിപ്പോൾ ഇതിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ചു
നമ്മൾ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണല്ലോ, തീ കത്തിച്ച് കനലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാമെന്ന്. ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കിനും കനലും ആകും, നാളത്തേക്കുള്ള എൻ്റെ വെള്ളം തിളപ്പിക്കൽ പണിയും കുറഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിരട്ടയൊക്കെ നല്ലപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മംഗലത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചു കൂട്ടാ. ഇത് ഈ മംഗലം പൊട്ടിപ്പോയിട്ട് തന്നെ കുറേ നാളായിട്ടാ. ഇപ്പം ഇവിടെ ഇരിക്കുന്നത് ഇതിനേക്കാളും ചെറിയൊരു മംഗലമാണ്. എത്ര നാൾ പഴക്കമുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ കേട്ടോ ഈ വീഡിയോയ്ക്ക്. അപ്പോൾ എന്തായാലും ഇതിന് കൊട്ടൊന്നും തട്ടിയിട്ടില്ല, നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇടാതിരിക്കണം. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. നമ്മളുടെ കുബൂസിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്നും കൂടി ഇത് കുഴച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കണം. പിന്നെ ഈ കുബൂസ് ഉണ്ടാക്കുമ്പോൾ നല്ല ടൈറ്റായിട്ടുള്ള മാവ് വേണ്ട, കുറച്ചൊന്ന് ഇതുപോലെ ലൂസായിട്ടിരിക്കുന്ന മാവ് മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും. എന്നിട്ട് നമുക്കിനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇതുപോലെ നമ്മൾ അങ്ങ് പരത്തിയെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ പരത്തിയെടുക്കുക, ചുട്ടെടുക്കുക. നമുക്ക് ഏത് കനത്തിലാണോ ആവശ്യം, ഒരുപാട് കനം വേണ്ട കേട്ടോ, ചെറിയൊരു കനത്തിൽ നന്നായിട്ട് അങ്ങ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് പൊന്തി വരും. ഞാനിപ്പോൾ ഇതുപോലെ വലുതാക്കി പരത്തിയിട്ട് ചെറിയ ചെറിയ കുബൂസുകളാക്കി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരേ ടൈപ്പിൽ ഒരേ ഷേപ്പിലിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇതുപോലെ വലുതാക്കി പരത്തിയിട്ട് 3 എണ്ണം കേട്ടോ നമ്മൾ ഒരെണ്ണത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ പരത്തി കഴിയുമ്പോൾ വേണമെങ്കിൽ ഇത് നിരത്തിയിട്ടൊരു 5 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. പിന്നെ അങ്ങനെ വെള്ളം തിളച്ചോ എന്നാണ് നോക്കുന്നത്. ഞാനിതിൽ കനലായോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് വെള്ളവും തിളച്ച് കിട്ടി, കനലെല്ലാം സെറ്റായി അടിപൊളി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ചിക്കനൊക്കെ എടുത്ത് വെച്ച് കുബൂസും പരത്തി നമ്മൾ ചിക്കനും എടുത്ത് വെച്ച് വരുമ്പോഴത്തേക്കിനും വെള്ളം തിളക്കും. വെള്ളം ഏകദേശം തിളക്കാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വേഗം പോയി ചിക്കനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് ഗ്രില്ലിൻ്റെ ഐറ്റം. ഇത് ജാസികയുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം മേടിച്ച് വെച്ചതാണ് കേട്ടോ. മുമ്പ് ഞാനിതുപോലെ അൽഫാം ഉണ്ടാക്കിയത് പാനിലായിരുന്നു കേട്ടോ. അപ്പോഴും നമ്മൾ സ്മോക്ക് ഇട്ട് കഴിഞ്ഞാൽ അതേ ഒരു ടേസ്റ്റൊക്കെ വരും, പക്ഷെ അതിനും ഒരുപാട് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു സാധനം. ഒത്തിരി നാൾ മുമ്പ് കഴിച്ചാണെങ്കിലും മോനും ഈ അടുത്തും പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞാൻ തന്നെ ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അകത്ത് അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ചിരട്ട കത്തിച്ച് കനലുണ്ടാക്കിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടും, നല്ല ടേസ്റ്റാണ്. ഈ ഒരു മസാല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പ്രാവശ്യം വെക്കാനുള്ളത് ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ഇതൊന്ന് അടച്ച് റെഡിയാക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളച്ചോ നോക്കാം. അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. മോനും എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളമൊക്കെ നമ്മൾ പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം ഒരു വെടിക്ക് 2 പക്ഷിയല്ലേ നടന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത് കളയാൻ തോന്നാഞ്ഞതും. അപ്പോൾ ഇനി ഈ ഒരു തീ ഒന്ന് കെട്ടിട്ട് നമുക്കിതിൻ്റെ പുറത്തേക്ക് നമുക്ക് ചിക്കനൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. കനൽ നല്ല രീതിയിലായിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും നേരത്തെ ഞാൻ കനലുണ്ട് എന്ന് വിചാരിച്ചെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്രയും കനൽ, അതായത് നമ്മുടെ കരിക്കനലുണ്ടല്ലോ, അത് നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്, അത് കുറച്ചേ ഉണ്ടായുള്ളൂ കേട്ടോ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒത്തിരി ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യാനൊക്കെ വിചാരിച്ചത്. അപ്പോഴത്തേക്കിനും ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് പിന്നെ ബാക്കിക്ക് ഞാൻ ചിരട്ടക്കരി ഉണ്ടാക്കാൻ കാരണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഈ ഒരു കരിയും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ കനൽ കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കനലുണ്ട് അടിയിൽ. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് റെഡി ആയിക്കോളും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പിന്നെ മോനും ഹാദുക്കുട്ടനും കൂടെ ഫുള്ള് ചെയ്തു കൂട്ടാക്കാം. ഞാൻ ആ ഒരു പരത്തി വെച്ച കുബൂസ് ചുടാനായിട്ട് നിന്നു. അപ്പോഴത്തേക്കിനും ഇതിവിടെ റെഡിയായും കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു മറിച്ചുമൊക്കെ വെച്ച് പിന്നെ അവർ തന്നെ എല്ലാം വീശിയൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടെ ഇതിൽ കുറച്ച് ഓയിൽ നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് നല്ല രീതിയിൽ ഇതിന് അടിപൊളിയായിട്ട് വരുന്നത് കേട്ടോ. അതായത് വെന്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഓയിലും കൂടി ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ആ ഓയിൽ വീഴുമ്പോഴത്തേക്കിനും കനലിൽ വീണ്ടും ചൂട് തട്ടുകയും നമ്മുടെ കുബൂസൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. ഞാനെല്ലാം ഒരേ അളവിൽ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ നമ്മുടെ ഒറോട്ടി പലക ഉണ്ടല്ലോ, ഒറോട്ടി ചുടുന്ന പാത്രം, അതിലാണ് കേട്ടോ നമ്മൾ വേഗം ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ ഒരു 5 എണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടപ്പേന്ന് പൊള്ളി വന്നോളും. നമ്മുടെ മാവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം ഒറ്റ കുടുക്കനായിട്ട് പൊങ്ങി വരും. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ സെയിം ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ അതിനേക്കാളും ടേസ്റ്റിൽ കിട്ടും കേട്ടോ. നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് കുഴച്ച് നല്ല രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല രീതിയിൽ പൊന്തി വരും. ഇടയ്ക്ക് ഞാൻ മോനു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. മോനുന് ഇത് അറിയാം കേട്ടോ. കാരണം അവൻ പോയ പല ടൂറിലും അവരൊക്കെ ഇതുപോലെ ചെയ്തിട്ട് അവൻ നിന്ന് കണ്ടിട്ടും ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന് നന്നായിട്ട് അറിയാം അത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ.
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടത്തില്ലേ? ആ ഒരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് ഇന്നത്തെ ദിവസം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ചെയ്തതായിരുന്നു എന്ന്. അപ്പോൾ അത് അൽഫാമും കുബൂസൊക്കെ പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് ടൈം എടുത്തെങ്കിലും എല്ലാം ചെയ്തു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. കുറച്ച് നേരത്തെ കാത്തിരിപ്പൊക്കെ ശരിയാണ്, പക്ഷെ എന്നാലും സംഭവം ഉഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുബൂസൊക്കെ നല്ല മറ്റേ ലുലുവിൽ നിന്ന് ആ ഒരു സംഭവം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരൂലേ, കുബൂസ് ഉണ്ടാക്കുന്ന മെഷീനിൽ നിന്ന് അതുപോലെ ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ ടപ്പേന്ന് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത് കാണാൻ വേണ്ടി അതിങ്ങനെ പാത്രത്തിലേക്ക് എടുത്തിടുമ്പോഴത്തേക്കിനും ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം കുബൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നെങ്കിലും ഇപ്പോൾ അതേ കുറേ നാളായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് തന്നെ ഭയങ്കര എന്താ പറയുക, എനിക്ക് തന്നെ നന്നായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്പലത്തിൽ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയും ഇടയ്ക്ക് കാണാൻ പോയിട്ടാ. അങ്ങനെ എല്ലാം റെഡിയായി വന്നപ്പോൾ മോനുവിൻ്റെ വക ടിപ്പ്, അതിൻ്റെ അകത്ത് മല്ലിയില വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മല്ലിയിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ അൽഫാം ചിക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്തോ. സൂപ്പറാണ്, അടിപൊളിയാണ്. ഇനി ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ട്രൈ ചെയ്യണം എന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയങ്ങൾ. അപ്പോൾ ഹാദുക്കുട്ടനാണെങ്കിൽ ഇവിടെ തുള്ളിച്ചാടുകയായിരുന്നു കേട്ടോ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും. ഇതിൻ്റെ കഴിച്ച് കഴിഞ്ഞ വീഡിയോ ഇത് കാണുന്നില്ല കേട്ടോ, ഡിലീറ്റായി പോയതാണോ എന്തോ അറിയത്തില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.